Next, half range series. അപ്പോൾ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ഉണ്ട്, ഫൊറിയർ കൊസൈൻ സീരീസും ഉണ്ട്, ഫൊറിയർ സൈൻ സീരീസും ഉണ്ട്. So Fourier cosine series and Fourier sine series. So in half range series the interval will be always 0 to L. Okay, so always the interval is 0 to L. So in this case നമ്മൾ നേരത്തെ ചെയ്ത പോലെ പീരീഡിൻ്റെ ഹാഫ് എടുക്കണ്ട, L is L itself. So for 0 1 what is the value of L? L is 1. If 0 pi, what's the value of L? It is pi. If 0 2, what's the value of L? It is 2. If 0 L, it is L is L itself. Okay, so 0 to L, L is L itself. So first Fourier cosine series. So for Fourier cosine series, f of x is a0 by 2 plus sigma n from 1 to infinity an cos n pi x by L. അപ്പോൾ അവിടെ എന്തില്ല, ബി എന് 0 ആണ്. അപ്പോൾ ഫൊറിയർ കൊസൈൻ സീരീസിൽ എ നോട്ട് ആൻഡ് എ എൻ ആർ ദ ഓൺലി നോൺ സീറോ ടേംസ്, ബി എന് 0 ആയിരിക്കും. ഇനി ഫൊറിയർ സൈൻ സീരീസിൽ ദ നെയിം ഇറ്റ് സെൽഫ് കൊസൈൻ എന്ന് പറയുമ്പോൾ കോസിൻ്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫൊറിയർ സൈൻ സീരീസ് ക്ലിയർലി ഇറ്റ് ഈസ് ദ സീരീസ് വിത്ത് ഓൺലി സൈൻ ടേംസ്. അപ്പോൾ സിഗ്മ എൻ ഫ്രം 1 to infinity, ബിക്കോസ് എ നോട്ട് ഇവിടെ എഴുതി കഴിഞ്ഞു, ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ. സോ ദിസ് ഈസ് ഫോർ സൈൻ സീരീസ്. അപ്പോൾ ഇവിടെ ആരൊക്കെ 0? എ നോട്ട് 0 ആയിരിക്കും, എ എൻ 0. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് എഴുതണം, ഏതൊക്കെ 0 ആകുന്നുള്ള സ്റ്റെപ്സ് അതാത് സീരീസിൽ എഴുതണം. ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എ നോട്ട് ബി എൻ, എ എൻ ബി എൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഞാൻ പറഞ്ഞു Fourier half range series always the interval is 0 to L and L is L itself. So what is the value of a0? a0 is 2 by L, that is function even odd ആ ഒരു ടൈപ്പ് ആണ്. അപ്പോൾ 2 ഇൻറ്റു നമ്മൾ 0 to L എന്ന് എഴുതുമല്ലോ. അപ്പോൾ 2 by L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L f of x dx. അപ്പോൾ Fourier സീരീസിൽ 1 by L ആയിരുന്നു, c to c plus 2L, ബട്ട് ഹാഫ് റേഞ്ചിൽ 2 by L ഇൻ്റഗ്രൽ 0 to L. ഇപ്പോൾ ഫോമുലയിൽ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. സോ 2 by L a n ഓൾസോ 2 by L ഇൻ്റഗ്രൽ 0 to L f of x ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ. ബാക്കി ഫോമുലാസ് ഒക്കെ സെയിം ആണ്. ബി എൻ ഇസ് ഓൾസോ 2 by L ഇൻ്റഗ്രൽ 0 to L f of x ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഓക്കെ, സോ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് 2 ടൈംസ് വരും, പിന്നെ 0 to L ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറിയർ സീരീസ് കൊസൈൻ്റെയും സൈൻ്റെയും ഫോമുല. അപ്പോൾ ഫൊറിയർ കൊസൈൻ സീരീസിൽ ബി എൻ 0 ആയിരിക്കും, ഫൊറിയർ സൈൻ സീരീസിൽ എ നോട്ട് 0 ആൻഡ് എ എൻ ഇസ് ഓൾസോ 0, ബി എൻ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഫോർ ഫൊറിയർ കൊസൈൻ സീരീസ് ബി എൻ ഇസ് 0, ഫൊറിയർ സൈൻ സീരീസ് എ നോട്ട് ആൻഡ് എ എൻ വിൽ ബി 0. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ write the Fourier sine series for f of x is equal to e raised to x in 0 to. So f of x e raised to x ആണ്. We need to find the Fourier sine series in the interval 0 to 2. So what's the value of L? L 2 ആയിരിക്കും. ഇനി Fourier sine series എങ്ങനെയായിരിക്കും? Sine series of the form f of x is equal to sigma n from 1 to infinity bn into sine n pi x by L. Okay, here a naught is 0 and a n is equal to 0. അത് എഴുതി വെക്കുക. ഇനി what's the value of bn? bn is 2 by L integral 0 to L f of x into bn അല്ലേ, അപ്പോൾ സൈൻ്റെ ടേം ആയിരിക്കും L dx. So it is 2 by, what's the value of L?
2. അപ്പോൾ 2/2 ഇൻ്റഗ്രൽ 0 to 2 e raised to x into sin n pi x by 2. ഓക്കെ, dx. പിന്നെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 2 കട്ടായി. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട്. e raised to ax into sin bx. ഇൻ്റഗ്രൽ e raised to ax into sin bx dx. e raised to ax by a square plus b square. a is the coefficient of x in e raised to ax. b is the coefficient of x in sin term, a trigonometric term. That into question e raised to ax into sin. അപ്പോൾ a sin bx. ഇതേ ഓർഡറിൽ എഴുതുക. a sin bx. സൈൻ ആകുമ്പോൾ ഒരു നെഗറ്റീവ് ഇടുക. b cos bx. ഓക്കെ, a sin bx മൈനസ് b cos bx. ഇതാണ് e raised to ax into sin bxൻ്റെ ഫോർമുല. ഇഫ് ഇറ്റ് ഈസ് cos x ആകുമ്പോൾ cos bx ആണെങ്കിൽ e raised to ax by a square plus b square into, അപ്പോൾ a cos bx കോസ് ആകുമ്പോൾ പ്ലസ് ഇടുക. സൈൻ ആണെങ്കിൽ മൈനസ്, കോസ് ആണെങ്കിൽ പ്ലസ്. അപ്പോൾ കോസ് കഴിഞ്ഞാൽ അടുത്ത സൈൻ എഴുതണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ e raised to ax ഇൻറ്റു സൈനും e raised to ax ഇൻറ്റു കോസിൻ്റെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യണം. സോ ഫോർമുല അപ്ലൈ ചെയ്താൽ ഹിയർ വാട്ട്സ് ദ വാല്യൂ ഓഫ് എ. ഇവിടെ നമുക്ക് എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ, ബി ഈസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ട്രിഗ്നോമെട്രിയിൽ. അപ്പം n π/2 ആണ് ബി. അപ്പോൾ ഇതെന്ത് വരും? e raised to x by a square plus b square. അപ്പോൾ 1 plus n π/2 the whole square into a sin, a ഇവിടെ 1 ആണ്, a sin n pi x/2 മൈനസ് ബി, അതായത് n π/2 cos n π/2 into x, the whole from 0 to 2. അപ്പോൾ മൊത്തം നമുക്ക് ലിമിറ്റ് കൊടുത്താൽ if x is 2 e square by it is 1 plus n square pi square by 4. അപ്പോൾ 4 LC എടുത്താൽ 4 plus n square pi square ആകും. 4 മേളി വരും. പിന്നെ ഉള്ളത് സൈൻ n pi ഇൻറ്റു 2/2 വരും, മൈനസ് n π/2 കോസ് n pi 2/2 വരും. ഓക്കെ, ഇനി മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 കൊടുത്താൽ e raised to 0 1 ആയി. ഹിയർ ഓൾസോ 4 പ്ലസ് n സ്ക്വയർ പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 4 മേളിൽ. ഇനി ഇവിടെ എക്സിന് 0 കൊടുത്താൽ സൈൻ 0 മൈനസ് n π/2 കോസ് 0 വരും. ഓക്കെ, പക്ഷെ ഇവിടെ ബി എന് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ, ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതെന്തായി 4e സ്ക്വയർ ബൈ 4 പ്ലസ് n സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു, ഇതിപ്പോൾ സൈൻ n പൈ ആയി. സൈൻ n പൈ 0 ആണ്. ഇവിടെ കോസ് n പൈ മൈനസ് 1 റേസ് ടു, അല്ലേ, മൈനസ് 1 റേസ് ടു n. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. മൈനസ് 4/4 പ്ലസ് n സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു, ഇവിടെ എന്ത് വരും? സൈൻ 0 0 കോസ് 0 1. അപ്പോൾ മൈനസ് n π/2. സോ ഈ രണ്ട് ടേം നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? 4/4 പ്ലസ് n സ്ക്വയർ പൈ സ്ക്വയർ എടുക്കാം. പിന്നെ ഇവിടെ n π/2, ഇവിടെ n π/2. അപ്പോൾ ഇവിടെ ആക്ച്വലി പ്ലസ് ആയി, അല്ലേ, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ n π/2 കൂടി കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ n π/2 എടുക്കുമ്പോൾ ഈ 4നെ നമുക്ക് 2 ആക്കാം. അപ്പോൾ 2n π/4 പ്ലസ് n സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു, ബാക്കി ഇവിടെ എന്തുണ്ടാവും? മൈനസ് ഇ സ്ക്വയർ ഇൻറ്റു മൈനസ് 1 റേസ് ടു n. ഇവിടെ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി, അല്ലേ, പ്ലസ് 1. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ബി എൻ. അപ്പോൾ നമ്മുടെ ഫോറിയർ സൈൻ സീരീസ് എങ്ങനെ വരും? സിഗ്മ n ഫ്രം 1 ടു ഇൻഫിനിറ്റി 2n π/4 പ്ലസ് n സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു, ഇതിന് വേണമെങ്കിൽ നമുക്ക് 1 മൈനസ് ഇ സ്ക്വയർ ഇൻറ്റു മൈനസ് 1 റേസ് ടു n എന്ന് എഴുതാം. ദാറ്റ് ഇൻറ്റു സൈൻ n pi x/2. ഓക്കെ,
This is the series. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. Write the Fourier cosine series. Fourier cosine series for f of x is equal to x in 0 less than x less than L. So here 0 less than x less than L. So 0 to L on interval. So what is the value of L? L is L itself. F of x is x. Fourier cosine series. So Fourier cosine series is f of x is equal to a naught by 2 plus sigma n from 1 to infinity an cos n pi x by L. ഇവിടെ എന്താ ബി എൻ ഇവിടെ 0 ആണ്, അത് എഴുതി വയ്ക്കുക. സോ എ നോട്ട് ഇസ് 2 ബൈ എൽ തന്നെയാണ്. 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈവൻ ഓട് നോക്കേണ്ടി വരില്ല, ബിക്കോസ് ഇൻ്റർവെൽ 0 to L. എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to L കൊടുത്താൽ എന്ത് വരും? 2 ബൈ എൽ. ആ 2 കട്ടായി അല്ലേ, എൽ സ്ക്വയർ. അപ്പോൾ എൽ എന്ന് കിട്ടും. 2 കട്ടായി, എൽ സ്ക്വയർ ബൈ എൽ എല്ലായി. അതുപോലെ എ എൻ എന്താ? 2 ബൈ എൽ ഇൻറ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഇറ്റ് ഇസ് 2 ബൈ എൽ. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സും കോസ് എൻ പൈ എക്സ് ബൈ എല്ലും. വാട്ട്സ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ്? 1. വാട്ട്സ് ദ ഇൻറ്റഗ്രൽ ഓഫ് കോസ്? സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്. അഗെയിൻ 1ൻ്റെ ഡെറിവേറ്റീവ് 0. കോസ് സൈൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റഗ്രൽ എന്താ? മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ദ ഹോൾ സ്ക്വയർ വരും. ബിക്കോസ് ഓൾറെഡി ഇവിടെ ഒരു എൻ പൈ ബൈ എൽ ഉണ്ട്. അഗെയിൻ ഇൻ്റഗ്രലും എൻ പൈ ബൈ എൽ വരും. ഈ പ്രോഡക്റ്റ് ഇതുപോലെയാണ്. 1 ഇൻറ്റു ഈ ടേം ഇവിടെ നെഗറ്റീവ്. അപ്പോൾ എന്ത് വരും? എക്സ് സൈന് എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ. അടുത്ത മൈനസ് മൈനസ് പ്ലസ് ആയി. കോസ് എൻ പൈ എക്സ് ബൈ എൽ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് എഴുതാം. ലിമിറ്റ് ഫ്രം 0 to L. ഓക്കെ, ഇനി ആ ലിമിറ്റ് കൊടുക്കാം. So this is equal to 2 by L. എക്സിന് എൽ കൊടുത്താൽ എൽ സൈൻ എൻ പൈ എൽ ബൈ എൽ ആവും, ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ. എന്തായാലും സൈൻ എൻ പൈ 0 ആയി. പ്ലസ് കോസ് എൻ പൈ എൽ ബൈ എൽ കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഇത് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ്. ഇനി ലോവർ ലിമിറ്റ് 0 എടുത്താൽ സൈൻ 0 0, അല്ലെങ്കിൽ എക്സ് അവിടെ ഉണ്ടല്ലോ 0, മൈനസ് 0 പ്ലസ് കോസ് 0 1 അല്ലേ. അപ്പോൾ 1 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ മേളിൽ എഴുതാം. സോ ഇറ്റ് ഈസ് 2 ബൈ എൽ സൈൻ എൻ പൈ 0 കോസ് എൻ പൈ മൈനസ് 1 റേസ് ടു എൻ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ആ എൽ സ്ക്വയർ ഇവിടെ എഴുതാം. ഇവിടെ എന്ത് വരും? മൈനസ് എൽ സ്ക്വയർ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. അപ്പോൾ എന്താ കോമൺ ആയിട്ടുള്ളത്? എൽ സ്ക്വയർ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. ബാക്കി എന്താ ഉള്ളത്? മൈനസ് 1 റേസ് ടു എന്നും മൈനസ് 1ഉം. അപ്പോൾ എല്ല് നമുക്ക് ഒരു എല്ല് ഇവിടെ കട്ട് ചെയ്താൽ ഇറ്റ് ഇസ് 2L ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു മൈനസ് 1 റേസ് ടു എൻ മൈനസ് 1. സോ ദിസ് ഇസ് എ. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ത് വരും? എഫ് ഓഫ് എക്സ് എ നോട്ട് എത്രയായിരുന്നു? എൽ അല്ലേ. അപ്പോൾ എൽ ബൈ 2 പ്ലസ് സിഗ്മ എൻ ഫ്രം 1 ടു ഇൻഫിനിറ്റി 2L ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ മൈനസ് 1 റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ. അപ്പോൾ ഇതാണ് ഫോറിയർ കൊസൈൻ സീരീസ്.
Okay.